മണ്ണിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഭീകരന്മാരെ ഇന്ത്യൻ സൈന്യം വധിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. നിയന്ത്രണ രേഖയിലെ വേലികൾ ഇളക്കി മാറ്റി ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഭീകരന്മാരെ നിയന്ത്രണ രേഖയിലെ ഇരുമ്പ് വേലിയിൽ തൊട്ടത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാം ഇന്ത്യൻ സൈന്യത്തിന്റെ തോക്കിൻ കുഴലുകളാണ് മറുപടി നൽകിയത്. സുപ്രധാനമായ ഒരു ഓപ്പറേഷനിൽ ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കെരാൻ സെക്ടറിൽ നിയന്ത്രണ രേഖ മറികടക്കാൻ ശ്രമിച്ച പാക് ഭീകരന്മാരെയാണ് വധിച്ചിരിക്കുന്നത്. അതായത് നുഴഞ്ഞുകയറാൻ വന്നവരുടെ കൈകളിലുണ്ടായിരുന്ന ആയുധങ്ങൾ അത്യാധുനികവും പാകിസ്ഥാൻ പട്ടാളം ഉപയോഗിക്കുന്നതുമായിരുന്നു എന്നാണ് ഇന്ത്യൻ അധികാരികൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 3 ഹാർഡ് കോർ ഭീകര സംഘത്തെ വധിച്ചു എന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിക്കുന്നത്. പാകിസ്ഥാൻ ഭീകരന്മാരെ ഇന്ത്യൻ സൈന്യം വിജയകരമായി തന്നെ ഇല്ലാതാക്കി. മുന്നിൽ വന്നവർ വെടിയേറ്റ് വീണപ്പോൾ പിന്നാലെ വന്ന പാകിസ്ഥാൻ ഭീകരക്കൂട്ടങ്ങൾ വന്ന വഴിക്ക് പിന്തിരിഞ്ഞോടുകയായിരുന്നു. പിന്തിരിഞ്ഞ് ഓടി പാകിസ്ഥാനിലേക്ക് മറഞ്ഞവർക്കെതിരെയും ഇന്ത്യൻ സൈന്യം ഷെല്ലുകളും മോട്ടോർ തോക്കുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. വിശ്വസനീയമായ ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ നുഴഞ്ഞുകയറ്റത്തിന്റെ മർമ്മത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പ്രഹരിച്ചിരിക്കുന്നത്. ഭീകരന്മാരുമായുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് തന്നെ 268ാമത് ഇൻഫൻട്രി ബ്രിഗേഡ് കെരൻ സെക്ടറിലെ കമാൻഡർ ബ്രിഗേഡർ NR കുൽക്കർണി പ്രദേശത്ത് സാധാരണ നില തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് പറയുന്നത്. ഒരു പാക് ഭീകരനും ഇന്ത്യൻ മണ്ണിലേക്ക് കടക്കില്ല എന്നും പഴയ കാലങ്ങൾ ആവർത്തിക്കില്ലെന്നും ബ്രിഗേഡർ NR കുൽക്കർണി പറഞ്ഞു. പാകിസ്ഥാൻ അറിയാതെ ഇത്തരം നുഴഞ്ഞുകയറ്റം നടക്കില്ല. നുഴഞ്ഞുകയറുന്നവർ പാക് പട്ടാളത്തിൽ പരിശീലനം ലഭിച്ചവരോ അല്ലെങ്കിൽ പാക് പട്ടാളക്കാർ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ കാശ്മീരിൽ ഭീകരവാദികൾ ഉണ്ടാകുന്നത് പ്രാദേശികമായി നാട്ടുകാരിൽ നിന്നാണ്. നുഴഞ്ഞുകയറ്റം പറ്റുന്നില്ല. എത്ര തവണ നുഴഞ്ഞു കയറിയാലും അവരെല്ലാം അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇരകളാകും. എന്നിട്ടും വീണ്ടും വീണ്ടും ഇന്ത്യക്കെതിരെ ജിഹാദുമായി പിന്നെയും വരും. വീണ്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ ഇരയാകും ഓരോ ജിഹാദികളും. അതാണിപ്പോൾ നടക്കുന്നതെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, പൊതുവെ സാധാരണ നിലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഉൾപ്രദേശങ്ങളിൽ നുഴഞ്ഞു കയറാനും അട്ടിമറിക്കാനും അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനും ശ്രമിക്കുന്ന ഭീകരന്മാർ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കുന്നില്ല. പ്രത്യേകിച്ചും അമർനാഥ് യാത്ര തകർക്കാൻ പാകിസ്ഥാനിൽ നിന്നും നീക്കമുണ്ടായിരുന്നുവെന്നും ബ്രിഗേഡിയർ കുൽക്കർണി വ്യക്തമാക്കുകയാണ്. ജൂലൈ 12-ന് ഞങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേക ഇൻപുട്ട് നൽകി. അത് കെരാൻ മേഖലയിലൂടെ നുഴഞ്ഞു കയറാൻ സാധ്യതയുള്ള വിദേശ തീവ്രവാദികളുടെ മിശ്രിത ഗ്രൂപ്പിനെ കുറിച്ച് JK പോലീസ് കൂടുതൽ സ്ഥിരീകരിച്ചു. ഇടതൂർന്ന വനവും നലാകളോട് ചേർന്ന കട്ടിയുള്ള അടിക്കാടുകളും ഉപയോഗപ്പെടുത്തി ബ്രിഗേഡിയർ കുൽക്കർണി പറഞ്ഞത് ഇങ്ങനെയാണ്. അതനുസരിച്ച് ജൂലൈ 13 മുതൽ 14 വരെ രാത്രി മുതൽ സൈന്യവും BSFും JKPയും സംയുക്തമായി നുഴഞ്ഞുകയറ്റത്തിന്റെ വിലയേറിയ റൂട്ടുകളിൽ ഒന്നിലധികം പതിയിരുന്ന് ആക്രമണം നടത്തി. കൂടാതെ ഞങ്ങൾ പ്രദേശം മുഴുവൻ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. അതിർത്തിയിൽ പച്ച പിടിച്ച കാടുകൾക്കിടയിലൂടെയാണ് അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ബ്രിഗേഡർ കുൽക്കർണി പറയുന്നത് ഭീകരർ കനത്ത ആയുധധാരികളും മികച്ച പരിശീലനം ലഭിച്ചവരും അത്യാധുനിക ആയുധങ്ങൾ ഉള്ളവരുമാണ് എന്നാണ്. ശക്തമായ വെടിവെപ്പിൽ 3 വിദേശ ഭീകരന്മാരെ നിർവീര്യമാക്കി. പിന്നീട് പ്രദേശത്ത് വിശദമായ തിരച്ചിൽ നടത്തി. ഇത് വലിയ അളവിൽ യുദ്ധസമാനമായ ആയുധങ്ങൾ കണ്ടെത്തുന്നതിനും കാരണമായി. നുഴഞ്ഞുകയറാൻ വന്നവരുടെ കൈകളിലുണ്ടായിരുന്ന ആയുധങ്ങളുടെ വിവരങ്ങളും മറ്റും സൈന്യം പുറത്തുവിട്ടു. ഇതിന്റെ ദൃശ്യങ്ങളും സൈന്യം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.